മൊത്തത്തെ വിഷയമായിട്ട് നമ്മൾ ട്രെയിനിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഈ ഒരു കള്ളനെയും ലുക്കി പിടിച്ച് എല്ലാവരും കൂടി കൊണ്ടുവരുന്നത്. രാത്രി ബാഗ് തപ്പിയെന്നോ എടുത്തെന്നോ ഒക്കെ പറഞ്ഞിട്ട് ആകെ വിഷയമായി ജഗപുകയായി ട്രെയിൻ ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇതിപ്പം നമ്മൾ ഗുരുവായൂരാണ് എത്തിയതും നല്ല മഴയും ആകപ്പെട്ടിരിക്കുന്നു. പിന്നെ നമ്മൾ ഇന്ന് പോകുന്നത് സ്പെഷ്യൽ മീറ്റപ്പിനാണ്. ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്. 12 വർഷത്തിന് ശേഷം മീറ്റ് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സ് കണ്ടില്ല, എന്താ സന്തോഷം നോക്കി എല്ലാവരും ഇത്ര വർഷത്തിന് ശേഷം കാണുന്ന ആ ഒരു ഇത് കണ്ടില്ല. അപ്പം നമ്മുടെയൊക്കെ ഒരു ബോണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ കയ്യിലെ കല്യാണ പയ്യൻ അവിടെ അകത്ത് നിൽപ്പുണ്ട്. അവനെ അത് കഴിഞ്ഞിട്ട് വേണം കാണാനായിട്ട്. കണ്ടില്ലേ, ഞാൻ നല്ല 2 അതുല്യ പ്രതിഭകളുടെ കൂടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ ഗോൾഡൻ ബമ്പർ അടിച്ച ഒരു ചിരി ഇരിച്ചിരി ബമ്പർ ചിരിയിലെ 2 താരങ്ങളാണ്. അവരെയും പരിചയപ്പെടാം. രണ്ടുപേരും ചില്ലറക്കാരല്ല. നമ്മുടെ മഴവിൽ മനോരമ ഒരു ചിരി ഇരിച്ചിരി അതിലെ ബമ്പർ അടിച്ച 2 പേരാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മളിപ്പം നിൽക്കുന്നത് ഗുരുവായൂരാണ്, തൃശ്ശൂർ ഗുരുവായൂർ. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തെ പറ്റി പറയണ്ടല്ലോ. നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും നമ്പർ 1 ആയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാരും തിരക്കും ഒക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഗുരുവായൂർ എന്ന് പറയുന്നത്. അപ്പം ഗുരുവായൂർ വരാനായിട്ടുള്ള ട്രെയിനുകൾ എന്ന് പറയുന്നത് നമ്മുടെ ആലപ്പുഴ വഴി പോകുന്ന ഇൻ്റർസിറ്റി ഉണ്ട്, നമ്മുടെ മധുരയിൽ നിന്നും വരുന്ന എക്സ്പ്രസ് ഉണ്ട്, പിന്നല്ല നമ്മുടെ ചെന്നൈ എഗ്മോർ ഉണ്ട്. അപ്പോൾ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം രാവിലെ വന്ന് കാണാനായിട്ട് സ്ലീപ്പർ ക്ലാസ്സിൽ കുട്ടികളെയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ സ്ലീപ്പർ ക്ലാസ്സിൽ വരുന്ന ഈ മധുരയിൽ നിന്ന് വരുന്ന വണ്ടി ഉണ്ടല്ലോ, ആ എക്സ്പ്രസ് ആണ് ഏറ്റവും നല്ലത്. അത് കൊല്ലത്ത് ഒരു 7:45 നമ്മുടെ തൃശ്ശൂർ ഗുരുവായൂർ ഒരു 2:15 ആകുമ്പോൾ എത്തും. അപ്പം നമുക്ക് കുളിച്ചൊരുങ്ങി വന്ന് ഇവിടെ ദർശനമൊക്കെ കണ്ട് തിരിച്ചു പോകാം. അപ്പോൾ ആ ഒരു സെറ്റപ്പിലാണ് നമ്മൾ തിരിയുന്ന. ഒരുപാട് പരിപാടികളുണ്ട്. തന്നില്ലേ, ഈ ഒരു ക്ലോക്ക് റൂമിൻ്റെ സെറ്റപ്പാണ് ഭയങ്കര കച്ചറ. എന്ന് വെച്ചാൽ നമുക്ക് നല്ല ക്യൂ ആണ്. അവിടെ ഒരു ഒറ്റ കൗണ്ടറേ അവർ രാവിലെ ആയിട്ട് തുറന്നിട്ടുള്ളൂ. അതിൻ്റെ ഒരു വിഷയവും കൂടിയുണ്ട്. അങ്ങനെ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞു. തിരിച്ച് പിന്നെയും ഗുരുവായൂർ സ്റ്റേഷനിലെത്തി. ഗുരുവായൂർ നമുക്ക് ഇനി തൃശ്ശൂർ പോകണം. തൃശ്ശൂരാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടികളുള്ളത്. അവിടെ കിടിലം ഒരു കല്യാണത്തിൽ പങ്കെടുക്കാനാണ് വരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ്, കൂട്ടുകാരൻ വിജീഷിൻ്റെ കല്യാണമാണ്. അപ്പോൾ അവന് സർപ്രൈസ് കൊടുക്കാനായിട്ട് പോകണം. അവിടെ ഒരുപാട് പേര് നമ്മുടെ കാത്തു നിൽപ്പുണ്ട്. അപ്പം ആ ഒരു ഗ്യാങ്ങിൻ്റെ ഇടയിലേക്കാണ് ഞാൻ ചെന്നിറങ്ങാൻ പോകുന്നത്. അപ്പം നമുക്ക് കിടുക്കാച്ചി വീഡിയോകളും കാഴ്ചകളുമാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. എന്തായാലും നല്ല മഴയുള്ള നല്ല സുന്ദരമായൊരു ദിവസമാണ്. ഓവറായിട്ടുള്ള മഴയില്ല. ഇപ്പം മഴയുടെ ശക്തി കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പോകാനുള്ളത് തൃശ്ശൂരിലേക്കാണ്. അപ്പോൾ അവിടെ പോകാനായിട്ടൊരു പാസഞ്ചർ ഇവിടെ റെഡിയായി കിടപ്പുണ്ട്. 9:15 ഇവിടെ നിന്ന് വിടും നമ്മുടെ ഗുരുവായൂരിൽ. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്കേ ഉള്ളൂ അടുത്ത പാസഞ്ചർ. അപ്പോൾ ഇതിൽ കയറി നമുക്ക് തൃശ്ശൂർ ഇറങ്ങാം. എന്നിട്ട് അവിടെ നിന്ന് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. അപ്പോൾ ഈ വരുന്നവർക്ക്, ദൂരെ നിന്ന് വരുന്നവർക്കൊക്കെ എളുപ്പമാണ് ഈ ഒരു ട്രെയിൻ യാത്ര. ബസ്സിൽ പോയാൽ കുറച്ചുകൂടെ സമയം എടുക്കും, ഒരു 1.5 മണിക്കൂറുണ്ട്. ഇതാകുമ്പോൾ നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് തൃശ്ശൂരെത്താം. ഇനി നമ്മൾ നമ്മുടെ യഥാർത്ഥ വീഡിയോയിലേക്ക് കിടക്കുക. നമ്മൾ ഇനി പോകുന്നത് വളരെ പള്ളിയിലേക്കാണ്. ആ നിൽക്കുന്ന ഗ്യാങ്ങിനെ കണ്ടാൽ നീണ്ട ഒരു 10-13 വർഷത്തിന് ശേഷം ഞാൻ കാണാൻ പോകുന്ന മൈ ഫ്രണ്ട്സ് അവന്മാരെ ഒന്ന് ഞെട്ടിക്കാൻ പോവുകയാണ്. എക്സ്പ്രഷൻ എടുക്കണ്ടേടാ പോലീസുകാരന്മാര്. അപ്പോൾ നീണ്ട 13 വർഷത്തിന് ശേഷം ഇവരെ കണ്ടു. നല്ല സന്തോഷമായി. നമ്മൾ തൃശ്ശൂർ പല ജില്ലയിൽ നിന്നുമാണ് നമ്മൾ പണ്ട് ഒരു 14 വർഷത്തിന് മുമ്പ് ഇവിടെ നിന്ന് സായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നമ്മൾ ഓരോ ഗെയിം ചെയ്തത്. ഞാൻ കബഡിയായിരുന്നു, ഇവരൊക്കെ വെയിറ്റ് ലിഫ്റ്റേഴ്സ് ആയിരുന്നു. ഇപ്പം എല്ലാവരും പല ജോലിയിലായിട്ട് പല മേഖലയിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ കല്യാണ പയ്യൻ വിജീഷ് ഇപ്പം പോലീസിലാണ്, തൃശ്ശൂർ പോലീസിൽ. അപ്പോൾ ഈ കല്യാണ ചടങ്ങും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്ന് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനും ഇതൊക്കെ വീഡിയോ പിടിക്കാനും ഒക്കെ ഇപ്പോൾ ഏതായാലും പറ്റിയത് ഒരു ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ കരുതുന്നു. മാത്രമല്ല ഇവരുടെയൊക്കെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയതും ഭയങ്കര സന്തോഷമായിട്ട് കരുതുന്നു. അങ്ങനെ നമ്മൾ കല്യാണത്തിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ കണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നു. ഇവിടെ ഇങ്ങനെ കല്യാണ ചടങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അത് കണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നു. സംഭവം നമുക്കിനി ഇവിടെ നിന്ന് കല്യാണം കഴിഞ്ഞ് ലഞ്ചൊക്കെ വേറൊരു സ്ഥലത്താണ്, ഒരു ഓഡിറ്റോറിയത്തിലാണ്. അങ്ങോട്ട് പോകണം. അപ്പം അവിടെ ചെന്നിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് 2 പേരെ പരിചയപ്പെട്ടിട്ടുണ്ട്. അവരെയും കൂടി കാണിച്ചു. രണ്ടുപേരും ചില്ലറക്കാരല്ല. നമ്മുടെ മഴവിൽ മനോരമ ഒരു ചിരി ഇരിച്ചിരി അതിലെ ബമ്പർ അടിച്ച 2 പേരാണ്. അപ്പോൾ ഇതിനു മുമ്പൊരു ഷോർട്ട് ഫിലിം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിഗംഭീരമായൊരു ഷോർട്ട് ഫിലിമായിരുന്നു. അതിനുശേഷം ഇന്നാണ് ഞാൻ നേരിട്ട് കാണുന്നത്. ഏതായാലും ഒരുപാട് സന്തോഷം കേട്ടോ. ഒരുപാട്. എൻ്റെ പേര് സുകേഷ് സുകുമാരൻ. അപ്പം കണ്ടില്ലേ, ഞാൻ നല്ല 2 അതുല്യ പ്രതിഭകളുടെ കൂടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്നിവിടെ വരാനും ഇവരെ എനിക്ക് കാണാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഈ ഒരു മഴവിൽ മനോരമയിൽ പോകുന്നതിന് മുൻപേ എനിക്ക് ഇവർ 2 പേരെയും
അറിയാം. എന്ന് വെച്ചാൽ ഒരു ഷോർട്ട് ഫിലിമിലൂടെ കണ്ട് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇവിടെ ഒരു കല്യാണ സ്ഥലത്ത് വെച്ച് കണ്ടപ്പം അന്ന് കണ്ട ആ ഒരു പരിചയം വെച്ചാണ് ഞാൻ സംസാരിച്ചത്. അപ്പോഴാണ് ഈ മഴവിൽ മനോരമയിൽ പോയ കാര്യം ഞാൻ അറിയുന്നത്, അതും ഗോൾഡൻ ബമ്പർ. 8-ാം തീയതി വരെ ചില എൻഗേജ്മെന്റുകളുണ്ട്. അതിനുശേഷം വീണ്ടും വിളിച്ച പോകും. അതോടൊപ്പം തന്നെ ഞങ്ങൾ ചെയ്തു വരുന്ന ഷോർട്ട് ഫിലിമുകൾ, നാടകം, റീൽസ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹൈസ്കൂൾ തൊട്ട് നാടകം കളിക്കണം. എൻ്റെ പേര് സുന്ദരൻ തച്ചപ്പള്ളി. ഞാൻ പുരുഷൻ മേച്ചേരി. ഗോൾഡൻ ബമ്പർ കാണിക്കാൻ എളുപ്പമല്ല. പിന്നെ ഇപ്പൊ അവിടെ ചെല്ലുന്നതിന് ഏറ്റവും സീനിയർ ഇപ്പൊ ഞങ്ങളാണ്. ആ ഒരു പരിഗണന അവരുടെ ഡയറക്ടർ ബോർഡിന്റെയും അവിടെ വരുന്ന ആർട്ടിസ്റ്റുകളുടെയും ടെക്നീഷ്യന്മാരുടെയും എല്ലാ ഭാഗത്തു നിന്നും. അപ്പോൾ പരമാവധി ഞങ്ങൾ പോകണം എന്ന് തന്നെയാണ് മനസ്സിലുള്ളത്. എന്തായാലും നിൽക്കാനും നടക്കാനും സംസാരിക്കാനും പറ്റുന്ന കാലത്തോളം ഈ കലയെ കൂടെ കൊണ്ടു നടക്കും. ഈ നിൽക്കുന്ന ഇദ്ദേഹമാണ് ഇവരുടെ വീഡിയോ ഒക്കെ ഡയറക്റ്റ് ചെയ്യുന്നതും സ്ക്രിപ്റ്റ് ചെയ്യുന്നതൊക്കെ. മാത്രമല്ല ഇപ്പം ചെറിയ ചെറിയ റീലൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരെയും പരിചയപ്പെടാൻ പറ്റി നമ്മുടെ ചാനലിൻ്റെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഇവരൊക്കെ അതുല്യ പ്രതിഭകളാണ്. നിങ്ങൾ ആ ചാനലെടുത്ത് നോക്കിയാൽ മതി, ആ പ്രോഗ്രാമൊക്കെ കാണാൻ പറ്റും. ഇത് വിജീഷാണ് എൻ്റെ കൂട്ടുകാരെ. അപ്പോൾ ഇവന് നല്ല തിരക്കിൽ നിൽക്കുവാണ്. അതുകൊണ്ട് നിങ്ങളോട് നല്ലോണം ഈ ഒരു വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. നമ്മൾ ഇപ്പം അവിടെ ഇറങ്ങി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പല പല തിരക്കിലായിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല തിരക്കിൽ നിൽക്കണം. അങ്ങനെ പിന്നെ ഒരുപാട് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല. പിന്നെ ഫുഡൊക്കെ അതിഗംഭീരമായിരുന്നു. പിന്നെ അവിടെ നമ്മൾ നേരെ തിരിച്ച് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് വന്നത്. അങ്ങനെ ഒരു പിടി നല്ല ഓർമ്മകളുമായിട്ട് ഈ യാത്രയും ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. യാത്രകളെന്നും ഒരുപാട് സമ്മാനങ്ങളും ഓർമ്മകളും ഒക്കെ നമുക്ക് സമ്മാനിക്കാറുണ്ട്. അതുപോലെ ഒരു പിടി നല്ല നിമിഷങ്ങൾ എനിക്ക് സമ്മാനിച്ചുകൊണ്ട് ഈ യാത്രയും ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും യാത്രകൾ പോവുക, പഴയ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്ന് പോയി കാണുക. എല്ലാവരുടെയും യാത്രകൾ സഫലമാണ്. ഇറ്റ്സ് മീ സുകേഷ് സുകുമാരൻ, സൈനിങ്.